വർഷങ്ങളായി ചോര നീരാക്കി ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചു. പണമെല്ലാം വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്ത പണമെല്ലാം ഉമ്മയും മകനും ചേർന്ന് അടിച്ചു തീർത്തു. ഇന്ന് അഫാന്റെ പിതാവ് റഹീമിന്റെ വെളിപ്പെടുത്തലിൽ എല്ലാ ചിത്രവും തെളിഞ്ഞു. റഹീം ഉണ്ടാക്കിയ കടം വെറും 20 ലക്ഷം രൂപ മാത്രമാണ്. അത് തനിക്ക് വീട്ടാനേ ഉണ്ടായിരുന്നുള്ളൂ. സൗദിയിൽ ഒളിച്ചാണ് താൻ താമസിച്ചത്. വീട്ടിൽ നിന്ന് ഒരു പണവും ഉമ്മയും മകനും തനിക്ക് അയച്ച് തന്നിട്ടില്ല. മാത്രമല്ല, ആർഭാട ജീവിതമാണ് ഉമ്മയും മകനും നയിച്ചത്. 65 ലക്ഷത്തോളം കടമാണ് റഹീം അറിയാതെ ഇവർ ഉണ്ടാക്കി വെച്ചത്. ഉമ്മയും മകനും കൂടി ചേർന്ന്. ഉമ്മയും മകനും പലരിൽ നിന്ന് കടം വാങ്ങുന്നത് ഉമ്മുമ്മ, അതായത് അഫാന്റെ മുത്തശ്ശി അറിഞ്ഞു. അവർ പലപ്പോഴും ഇവരെ കുറ്റപ്പെടുത്തി. കടം വീട്ടാൻ പലരിൽ നിന്നും പണം വാങ്ങി റോൾ ചെയ്തു. ആ റോളിംഗ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നിലച്ചു. അതിനിടയിൽ അഫാന്റെ ഉമ്മ ഷെമി ഒരു ചിട്ടി നടത്തിയിരുന്നു. ആ ചിട്ടിയിൽ അവന്റെ വലിയച്ഛന്റെ ഭാര്യ, അതായത് കൊന്ന ലത്തീഫിന്റെ ഭാര്യ ചേർന്നിരുന്നു. അവർ ചിട്ടിക്കാശ് തിരിച്ചു ചോദിച്ചതോടെ ഇരുവരോടും വൈരാഗ്യമായി. ആ വൈരാഗ്യമാണ് ഈ ചെറുക്കനെ കൊണ്ട് ഈ രണ്ടുപേരെ കൊല്ലാൻ പ്രേരിപ്പിച്ചത്. എല്ലാ ചിത്രങ്ങളും ഇപ്പോൾ വ്യക്തം. റഹീം പറയുന്നു, അഫാൻ ഒരു പണവും തനിക്ക് അയച്ചു തന്നിട്ടില്ല. അവനും ഉമ്മയും ചേർന്നുണ്ടാക്കിയ കടത്തെപ്പറ്റി തനിക്കൊന്നും അറിയത്തുമില്ല. 16 പേരിൽ നിന്നാണ് പണം കടം വാങ്ങിയിരിക്കുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്രയും വലിയ കടബാധ്യത ഉമ്മയും മകനും ഉണ്ടെന്ന് പാവം റഹീം അറിഞ്ഞിരുന്നില്ല. ഒടുവിൽ ഉമ്മയ്ക്കും മകനും നിൽക്കക്കള്ളിയില്ലാതായി മാറിയപ്പോൾ കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ചു. അത് പരാജയപ്പെട്ടാൽ ഒരാളെങ്കിലും ജീവിച്ചിരിക്കുമെന്നും അയാൾ പിന്നീട് സമൂഹത്തിൽ ഒറ്റപ്പെടുമെന്നും അഫാൻ ചിന്തിച്ചു. അതാണ് അവനെ കൊലപാതകിയാക്കി മാറ്റിയത്. മറ്റൊന്ന്, കൊലപാതകം നടത്തുമ്പോൾ ഇവൻ ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു എന്ന സംശയവും ബലപ്പെട്ടു വരുന്നു. ലഹരി മരുന്നിന് അടിമയാണോ അഫാൻ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. നന്നായി മദ്യപിക്കുമായിരുന്നു അഫാൻ. പക്ഷേ നാട്ടുകാർക്കൊക്കെ ഇക്കാര്യം അറിയില്ലായിരുന്നു. സംഭവ ദിവസവും അവൻ വെഞ്ഞാറമൂട്ടിലെ ബാറിൽ പോയി മദ്യപിച്ചു. അതിനുശേഷം പല കൊലകൾ ചെയ്തു. മുത്തശ്ശിയെ കൊന്നത് വേറൊന്നും കൊണ്ടല്ല, അവന്റെ അമ്മയെയും അവനെയും കുറ്റപ്പെടുത്തിയത്. മുത്തശ്ശിയോട് ആഭരണങ്ങൾ പണയം വെക്കാൻ ചോദിക്കാൻ അമ്മയും അഫാനും പലതവണ പോയിരുന്നു. 2 മോതിരം അവർ കൊടുത്തിരുന്നു, പണം കൊടുത്തിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഇവരുടെ കടങ്ങൾ തീർന്നില്ല. കടബാധ്യത കൂടി. കടം വാങ്ങിക്കൂട്ടിയത് പിതാവ് അറിയുമോ, അബ്ദുൾ റഹീം അറിയുമോ എന്ന സന്ദേഹവും ഇവർക്കുണ്ടായി. ഇത്രയും കടം വരുത്തിയത് എന്തിന് എന്ന ചോദ്യം റഹീം ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മയ്ക്കും മകനും ഉത്തരമില്ല. ഈ സാഹചര്യമാണ് ഈ പയ്യനെ കൊണ്ട് വളരെ ക്രൂരമായ കൃത്യം ചെയ്യിച്ചത്.